ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പോയിൻസെറ്റി എന്ന പ്ലാന്റിനെ കുറിച്ചാണ്. ഇതിനെ ക്രിസ്മസ് പ്ലാന്റ് എന്നും വിൻ്റർ റോസ് അങ്ങനെ പല പേരുകൾ അറിയപ്പെടുന്നു. ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് വളർത്താം. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ആ മാസങ്ങളിലാണ് ഇതിൻ്റെ ഫ്ലവറൊക്കെ വന്ന് ഇത് നല്ല ഭംഗിയിൽ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ ലഭ്യമാണ്. നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ചെടി നമ്മൾ എങ്ങനെ റീപോർട്ട് ചെയ്യാൻ നോക്കാം. മണ്ണും മണലും ചാണകപ്പൊടിയും കോക്കോപീറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് പോട്ട് നിറയ്ക്കാം. പെർലൈറ്റോട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. പെർലൈറ്റ് നമ്മുടെ ചെടിയുടെ വേരിൻ്റെ വായുസഞ്ചാരത്തെ ഇത് സഹായിക്കുന്നു. ഡ്രെയിനേജുള്ള പോട്ടാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത് നടാൻ. വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഇതിൻ്റെ തണ്ട് ചീഞ്ഞു പോകാനും ചെടി നശിക്കാനും ഇത് കാരണമാകും. അതുകൊണ്ട് ഡ്രെയിനേജുള്ള പോട്ടാണോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം നടാൻ. പിന്നെ ഇത് അധികം സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയല്ല. അതുകൊണ്ട് വരാന്തകളിലൊക്കെ ഇത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതായത് ലൈറ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വേണം ഇത് ചെടി നടാനായിട്ട്. ഇതിൻ്റെ ലീഫ് കണ്ടില്ല, നല്ല ഭംഗിയാണ് ഈ ചെടി കാണാൻ തന്നെ. ഇതിൻ്റെ കമ്പ് മുറിച്ച് വെച്ചാണ് ഇത് തൈകൾ ഉണ്ടാക്കുന്നത്. മുറിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഫംഗിസൈഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെടി നശിച്ചു പോകാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫംഗിസൈഡ് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ഈ ചെടി മുറിക്കുമ്പോൾ ഈ ചെടിയുടെ തണ്ടിലൊരു ഹോൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ ഹോളിലേക്ക് ഇറങ്ങി ചെടിയുടെ തണ്ട് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫംഗിസൈഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്കിത് തടയാനാവും. ഇതിൻ്റെ ലീഫ് കാണാനാണ് നല്ല ഭംഗിയാണ്. ഈ ചെടിയുടെ ലീഫ് ഇതിൻ്റെ കളർ നിൽക്കുന്നത് നവംബർ തൊട്ട് ഏപ്രിൽ വരെ ഇതിൻ്റെ ഒരു കളർ ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഗ്രീൻ ഷെയ്ഡിലേക്ക് മാറും. ഒരു ജൂൺ ജൂലൈ മാസങ്ങളിൽ, ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ നമ്മളിത് പ്രൂൺ ചെയ്ത് കൊടുക്കണം. പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ അത് വീണ്ടും അടുത്ത മുകുളങ്ങളൊക്കെ വന്ന് അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് അത് വീണ്ടും നല്ല ഭംഗിയിൽ സെറ്റായി വരും. എല്ലാവരുടെയും കളക്ഷനിൽ ഈ ചെടി കാണുമായിരിക്കും. പക്ഷെ നല്ല ഭംഗിയാണ്. സീസൺ അനുസരിച്ചാണ് ഈ ചെടി നിൽക്കുന്നത്. അപ്പോൾ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇത് കൂടുതൽ ഇത് നല്ല ഭംഗിയായിട്ട് ഈ ലീഫിനൊക്കെ നല്ല കളറൊക്കെ വരുന്നത്. അവിടെയാണ് ക്രിസ്മസ് പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ചെടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.